Hi friends, welcome to a new episode of Lakshmi's Cooking Stories. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തൈര് വട അല്ലെങ്കിൽ ദഹിവട. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് തൈര് വട ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം അതിന് വേണ്ടത് വട പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ 1 കപ്പ് ഉഴുന്ന് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കുറച്ചുപോലും വെള്ളം ആഡ് ചെയ്യാതെ അരച്ചെടുത്ത ബാറ്ററാണിത്. ഇത് ഞാൻ അതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. നമ്മളിത് അരച്ച് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കണം. ഇനി നമുക്കിതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ പച്ചമുളക് കുഞ്ഞായിട്ട് നുറുക്കിയത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കുഞ്ഞായിട്ട് നുറുക്കിയതുകൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള് മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര തിക്കാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വടയുണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വടയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഒരു 1.5 കപ്പോളം വെളിച്ചെണ്ണ നമുക്ക് വേണം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ലേ, അപ്പം എണ്ണ കുറച്ച് കൂടുതൽ വേണ്ടി വരും. എണ്ണ ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടായി. ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. തീരെ കുറയ്ക്കേണ്ട, മീഡിയം ടു ഹൈയുടെ ഇടയിൽ നമുക്ക് വട ഓരോന്നായിട്ട് ഉണ്ടാക്കി വെക്കാം. കയ്യിൽ വെള്ളം തടവിയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും ചെറിയ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മളിത് എണ്ണയിൽ ഫ്രൈ ചെയ്യണം. കാരണം എണ്ണ നല്ല തിളച്ചിരിക്കുകയാണ്. ആ ടൈമിൽ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടും. ഫ്ലെയിം ഫുൾ ഹൈയിൽ വെക്കാൻ പാടില്ല, മീഡിയം ടു ഹൈയിലായിരിക്കണം. നല്ല പാകത്തിന് നമുക്ക് വേവിച്ചെടുക്കാനാണ്. വട തയ്യാറായി. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി അടുത്തതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ സെറ്റ് റെഡിയായി. ഇത് നമുക്ക് കോരി മാറ്റാം. നമ്മൾ വടയെല്ലാം പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള വടയല്ല തൈര് വടയ്ക്ക് വേണ്ടത്. അപ്പോൾ അതിനൊന്ന് നമുക്ക് സോഫ്റ്റൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഇതുപോലെ ലൂക്ക് വാം വാട്ടർ എടുക്കുക. അതിലേക്ക് വട എല്ലാം ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വേണ്ട. എന്നിട്ട് ഈ വടയെല്ലാം ഒന്ന് സോക്കാവുമ്പം അതിനെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം.
ഒരു 5 മിനിറ്റ് വേണമെന്നില്ല, പെട്ടെന്ന് ഇത് സോക്കാവും. അപ്പോൾ നമ്മളൊരു 2 മിനിറ്റ് കഴിയുമ്പം പെട്ടെന്ന് തന്നെ ഈ വട എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമുക്കിതിന് വേണ്ട കേർഡ് റെഡിയാക്കാം. ഇനി നമുക്ക് അടുത്ത് ഞാൻ പറഞ്ഞതുപോലെ തൈരാണ് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്. നല്ല ഫ്രഷ് തൈര് ഞാൻ 2 കപ്പോളം എടുത്തിട്ടുണ്ട്. ചെറിയ തണുപ്പ് വേണം അതിനെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് തൈരിന് വേണ്ടത്. തീരെ തിക്കാവാനും പാടില്ല. കാരണം വടയിലോട്ട് ഇത് ഒഴിച്ച് കഴിയുമ്പം തന്നെ ചെറുതായിട്ടൊന്ന് തിക്കാവും. അപ്പോൾ അത് കാരണം ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലെടുക്കുക. മറ്റിതുപോലെ അതിനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഉപ്പ് നോക്കാം, ഇത് ബീറ്റ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം ഉപ്പ് മതിയോ എന്നുള്ളത്. ഉപ്പും പാകത്തിനുണ്ട്, ഇത്രയും മതിയാവും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ടെമ്പർ ചെയ്ത് ഒഴിക്കാനുണ്ട്. അതിനുശേഷം ഈ തൈരിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് വടയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇത് കടു താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിൽ നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഈ കുഞ്ഞു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഒപ്പം തന്നെ ഒരു 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി കൂടെ ആഡ് ചെയ്യാം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വടയുമായിട്ട് ചേർത്ത് സെറ്റ് ചെയ്തെടുക്കണം. നമുക്കിനി വട ഫൈനലായിട്ട് സെറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രം നമുക്കെടുക്കാം. ഞാനിവിടെ ഒരു റൗണ്ട് ബൗളാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടത് വടയെല്ലാം ഒന്നൊന്നായി അറേഞ്ച് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുഞ്ഞായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന മല്ലിയില ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കാരാ ബൂന്തിയൊക്കെ ഇതിൽ ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാം. നമുക്ക് കുറച്ച് ചില്ലി പൗഡർ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മുടെ തൈര് വട റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈര് വട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അപ്പം ഞാനിന്ന് ഉണ്ടാക്കിയ തൈര് വടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വളരെ ഈസി ആയിട്ടൊരു റെസിപ്പിയാണ്. നമ്മൾ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. മാവ് അരച്ച് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വയ്ക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടിപ്പ്. എന്നാൽ വട നല്ല ക്രിസ്പി ആയിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു റെസിപ്പി എന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.